ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മലബാർക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഉന്നക്കായയുടെ ഒരു പായസമായിട്ടാണ്. നമ്മൾ പെരുന്നാളിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണിത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റും അതേപോലെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് കയമരി പുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂറോളം ഒന്ന് പുതിർത്ത് വെച്ചതാണ്. എന്നിട്ടിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. ആ സെയിം മിക്സി ജാറിൽ തന്നെ ഒരു തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരമുറി തേങ്ങ എടുത്താലും മതി. പക്ഷേ ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് തേങ്ങ മുങ്ങുന്ന പരുവത്തിലൊന്ന് വെള്ളമൊഴിച്ച് നമുക്ക് 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള പാലൊന്ന് എടുത്തു മാറ്റി വെക്കണം. അപ്പോൾ ആദ്യമായിട്ടുള്ള ഈ ഒരു പാല് നമുക്ക് ആദ്യം തന്നെ ഒന്ന് എടുത്തു മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സെയിം തേങ്ങയിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് 2ാം പാലും കൂടെ എടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് ഇതിൻ്റെ മുഴുവൻ പാലും എടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്ന ആ പാത്രത്തിലോട്ടൊന്ന് അരിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കയ്യിൽ 4 കയ്യിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു കയ്യിലാണിത്. അപ്പോൾ അതിൽ 4 എണ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൈം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് ഇടാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഗ്യാസ് ഓണാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കയമയുടെ മിക്സും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ചൂടാകുന്ന സമയം കൊണ്ട് വേഗം തന്നെ ചൂടായിട്ട് നന്നായിട്ട് തന്നെ ഇത് കുറുകി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മധുരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അപ്പോൾ ഞാനിവിടെ വീണ്ടും കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറുകി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. കാരണം അരി ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈവെക്കാതെ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കടലപ്പരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വേവിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ കുറുകി വരും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 3 ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ 1 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഗ്യാസൊന്നും ഓണാക്കണ്ട. നമ്മൾ കറിയുടെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് ഉന്നക്കായ ഇട്ട് ഡയറക്റ്റ് ഇട്ടിട്ട് വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക. അതെല്ലാം ഞാനിപ്പോൾ ചെയ്തത് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഉന്നക്കായുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഇത് ഇടാതിരുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ ഉന്നക്കായ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ അതിൽ കൂടെ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉന്നക്കായും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഉന്നക്കായ ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കറി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ്. ചിലർ ആ നമ്മൾ ഉണ്ടാക്കിയ കറിയിൽ തന്നെ ഉന്നക്കായ ഇട്ട് ഫ്രൈ ചെയ്യാത്ത ഉന്നക്കായ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കഴിക്കലുണ്ട്. പക്ഷേ എനിക്കിതാണ് ഒന്നും കൂടെ ഇഷ്ടമായത്. അപ്പോൾ ഇതേപോലെ ഉന്നക്കായും ഈ ഒരു കറിയുടെ മിക്സും കൂടെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. താങ്ക് യു.